നമസ്കാരം സ്നേഹിതരെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ വിളമന എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. നമ്മുടെ സ്റ്റിംറിച്ച് അതോടൊപ്പം തന്നെ ബയോഇൻഡിയൻ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് നമ്മുടെ ജോസർ അത് ഉപയോഗിച്ച ഈ പറമ്പിന്റെ ഉടമസ്ഥ നമ്മുടെ ജോസർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ശ്രമിക്കാം. സാർ, എന്താണ് സാർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ഞാൻ സ്റ്റിംറിച്ചും പിന്നെ ബയോനൈറ്റും കൂടി ഉപയോഗിച്ച് ഇപ്പോൾ ഒരു 10 ദിവസമായുള്ളൂ. അപ്പോൾ അതിൻ്റെ മാറ്റമാണ്. പുതിയ കൂമ്പും വന്ന് അതിൻ്റെ ഇലയ്ക്ക് തന്നെ നല്ല വലിപ്പവും നല്ല ഗ്രോത്തിലും വരുന്നുണ്ട് സാധനം. നല്ല റിസൾട്ടാണ് ഇപ്പം കാണുന്നത്. ഇതിൻ്റെ പഴയ ഇലയും പുതിയ ഇലയും അത് കണ്ടാൽ തന്നെ ഇത് പഴയ ഇല, ഇത് പഴയത്, ഇതിപ്പം വരുന്ന പുതിയത്. ഇതാണ് അതിൻ്റെ മാറ്റം. നേരിട്ട് കണ്ട് ഈ ഇലകളുടെ ആ ഒരു വലിപ്പം, അതുപോലെ തന്നെ പൂവിന്റെ ആ ഒരു വലിപ്പം നമുക്ക് പ്രത്യേകം തന്നെ എടുത്തു പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ജോസ് സാർ വെളിപ്പെടുത്തിയത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് കാണാം. പഴയ ഇല അതിന്റെ വലിപ്പവും പുതിയ ഇലയുടെ വലിപ്പവും നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഒരു 10 ദിവസം ആയുള്ള റിസൾട്ടായിട്ടേ ഉള്ളൂ. ഇത് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് സ്റ്റിംറിച്ച് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ തെങ്ങിലേക്ക് 4 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു പ്രായമായ തെങ്ങ് നമുക്കൊരു 3 വർഷം പ്രായം അല്ലേ, 3 വർഷം പ്രായമായ ഈ തെങ്ങിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. 4 ലിറ്റർ വെച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഈ കവുങ്ങ് ഞാൻ ഒഴിക്കുവാണ്. 2 ലിറ്ററാണ് ഈ കവുങ്ങ് ഒഴിക്കുന്നത്. ഇത് 15 മാസമായ കവുങ്ങാണ്. ഈ വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം മെയ് മാസത്തിൽ വെച്ചതാണ്. ഇത് കവുങ്ങിന്റെ ചൂട് പൊട്ടുന്നുണ്ട്. ഏത് വേനൊക്കെ നല്ല പച്ചപ്പായിരുന്നു. ഞങ്ങൾ ഇതിന് ചൂടുള്ള ഒന്നും കൊടുത്തില്ല. ആ പാട്ട് ഉപ്പ് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സേതരെ 15 മാസം പ്രായമായ ഒരു കവുങ്ങിന് ഒഴിക്കുന്നതിന്റെയും അതോടൊപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞ റിസൾട്ടുമാണ് നമ്മുടെ സന്തോഷേട്ടൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ വളരെ നല്ല റിസൾട്ടാണ്. 15 മാസം പ്രായമായ ഒരു കവുങ്ങിന്റെ ചുവടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് ചുവട് വന്നു. സന്തോഷ, ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് അടുത്ത വർഷം ഇത് കൊലച്ചു വരൂലേ? അത് 3 വർഷം കായ്ക്കുന്ന ഒരു കവുങ്ങാണ്. പക്ഷെ 3 വർഷം മുന്നേ തന്നെ നമുക്ക് കായ്ക്കാൻ വേണ്ടി. ഇത് 15 മാസം പ്രായമായതാണ്. 27 മാസം കൊണ്ട് പ്രായമായത് നമുക്ക് കായ്ച്ചത് ചുള്ളിക്കരയിലുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും ആയി വരുന്നത്. അതിന്റെ ചുവടുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ സായന്ന വേളയിൽ നെറ്റ്സർഫ് കേരളയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നെറ്റ്സർഫിന്റെ ജൈവവളങ്ങളെ കുറിച്ച്, അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും അത് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും വരും തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയും നമ്മൾ ജൈവവളത്തിലേക്ക് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ആ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് നെറ്റ്സർഫിന്റെ കേരള ഘടകത്തിന്റെ മെയിൻ ട്രെയിനർ ആയ നിതീഷ് സാറിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സാബു, നെറ്റ്സർഫ് കേരള. ഓക്കെ നിതീഷ് സാർ, കമ്മിങ് സാർ, സ്റ്റാർട്ട് ദ സെക്ഷൻ സാർ പ്ലീസ്. ഓക്കെ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നെറ്റ്സർഫിനെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളെ. വളരെ സന്തോഷം. സാബു സാറ് കേരളത്തിന്റെ ഭാഗമായിരുന്നാലും ഇപ്പം മഹാരാഷ്ട്രയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ അയക്കുകയും അതോടൊപ്പം തന്നെ റിസൾട്ട് കൂടുതലായി എടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സാബു സാർ, അദ്ദേഹത്തിനുള്ള സ്വാഗതം ആശംസിച്ചതിലുള്ള കേരള ഘടകത്തിന്റെ നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊന്നിച്ച് ചേരുന്നത്
കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ റബ്ബർ കൃഷിയിലും അതുപോലെ തന്നെ മറ്റ് കൃഷിയിലൊക്കെ ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് നേടിയ പ്രിയപ്പെട്ട തോമസ് സാറാണ്. ചെമ്പേരിയിലുള്ള, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള ചെമ്പേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള പ്രിയപ്പെട്ട തോമസ് സാറാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട നെറ്റ്സർഫിനെ നെഞ്ചോട് ചേർത്ത, അല്ലെങ്കിൽ ജൈവ കാർഷിക മേഖലയിൽ വളരെ വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫിനെ നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, അതോടൊപ്പം പ്രിയമുള്ള നെറ്റ്സർഫ് കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ലൊരു സായാഹ്നം നേരുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ദിനമായിരുന്നു എന്നും പ്രത്യാശിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ആശുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ലോകം മുഴുവൻ ഇന്ന് ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 23 വർഷക്കാലമായി ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ, നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബയോഫിറ്റിന്റെ ജൈവ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച കർഷകരുടെ അനുഭവങ്ങൾ നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലും കേൾക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് വളരെ വലിയ ഒരു മാറ്റം കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്നു എന്നതിൽ നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് കാർഷിക മേഖലയിലേക്ക് കടന്നു വരാനുള്ള വളരെയധികമുള്ള സന്തോഷവും ഈ ഒരു അവസരത്തിൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെ നൽകുന്നു എന്നതാണ് ആദ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മുടെ കമ്പനിയെ കുറിച്ച് 23 വർഷക്കാലമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ 24 സംസ്ഥാനങ്ങളിൽ വിവിധ കാർഷിക മേഖലയിലെ സസ്യങ്ങൾക്ക് കൊടുത്ത് റിസൾട്ട് നേടിയ ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത്. കേരളത്തിലെ വിവിധ സസ്യങ്ങൾക്കെല്ലാം തന്നെ കൊടുത്ത് വളരെയധികം റിസൾട്ട് നേടുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ വിളകൾക്കും, കേരളത്തിൽ നിന്നുള്ള കവുങ്ങ് മുതലായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, വരുന്ന എല്ലാ വിളകൾക്കും നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി, മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ വേണ്ടി കൂടുതൽ ഉൽപാദനം കർഷകർക്ക് നൽകിക്കൊണ്ട്, അതിലുപരി കർഷകരുടെ കൂലിച്ചെലവിലും അതുപോലെ തന്നെ വളം ഉപയോഗിക്കുന്ന, ഖരാവസ്ഥയിലുള്ള വളം ഉപയോഗിക്കുന്നതിലുള്ള ചെലവിനെയും കുറച്ചുകൊണ്ടുള്ള ഒരു കാർഷിക മേഖലയിലെ വളപ്രയോഗത്തിന് നിർണായകമായ പങ്കുവഹിക്കുകയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെറ്റ്സർഫിന്റെ കമ്പനിയെ കുറിച്ചും അതിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലാക്കുക എന്നതിലുപരി അത് നിങ്ങൾ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ മീറ്റിങ്ങുകളിലും നമ്മുടെ അതിന്റെ എക്സ്പീരിയൻസ് ഉള്ള കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 പിക്ചറാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടെക്നോളജിക്ക് അനുസരിച്ച്, കാലത്തിനനുസരിച്ച് മാറുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്നും ഔട്ടായി പോകും എന്നതിന്റെ ഉദാത്തമായ തെളിവാണ് ഈ 3 പിക്ചറും. നമുക്കറിയാം, അംബാസഡർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഇന്ന് നിലവിലില്ല. നോക്കിയ എന്ന് പറയുന്ന ഒരു ഫോണെ ഇന്ന് നിലവിലില്ല. കൊഡാക്ക് എന്ന് പറയുന്ന ഒരു ക്യാമറയിൽ തന്നെ, കൊഡാക്ക് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ 10ാമത്തെ സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ നമ്പർ 1 ആയിരുന്ന ഇവയൊക്കെ ഇന്ന് ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുവാൻ ഇവർ തയ്യാറാവാത്തത് കൊണ്ടാണ്. ആ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ കാർഷിക മേഖലയിലും തയ്യാറാവാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കും പരാജയങ്ങൾ സംഭവിക്കാം. നമ്മുടെ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവാതിരുന്നാൽ നമുക്കും കാർഷിക മേഖലയിൽ പരാജയങ്ങൾ സംഭവിക്കാം. ആ പരാജയങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും, പാരമ്പര്യമായി കിട്ടുന്ന അറിവുകളെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും പകരമായി ടെക്നോളജിക്കൽ ആയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളെ നമ്മൾ കാർഷിക മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കമ്പനിയല്ല, മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. 2000-ൽ വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള സുജിത് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തുടക്കമാണ്. അദ്ദേഹത്തിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓർഗാനിക് കാർഷിക സംസ്കാരത്തിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന ഒരു തുടക്കമാണ് 2000-ൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി, അജയ് ബയോടെക് എന്ന് പറയുന്ന 1990-ൽ സ്ഥാപിതമായ ജൈവ കാർഷിക മേഖലയിൽ വളങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഏറ്റെടുത്തുകൊണ്ട് രൂപീകൃതമായ ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. ഒരു പരിവർത്തനമാണ്, ഒരു മാറ്റമാണ്, ഒരു വലിയൊരു ചേഞ്ച് ആണ് നമ്മുടെ കാർഷിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും
ഹിമാചൽ പ്രദേശിലും സിക്കിമിലും പൂനെയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ മാനുഫാക്ചറിങ്ങോടുകൂടി ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കമ്പനി തന്നെ അജയ് ബയോടെക് എന്ന് പറയുന്നത്, നെറ്റ്സർഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കമ്പനിയുണ്ട്. അതുപോലെ നെറ്റ്സർഫ് റിസർച്ച് ലാബ്സ്. എന്താണ് നെറ്റ്സർഫ് റിസർച്ച് ലാബ് എന്ന് പറയുന്നത്? നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും കർഷകരിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ അത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഓരോ കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും? ഓരോ ഉൽപ്പന്നങ്ങളും കൃത്യമായ റിസൾട്ടോട് കൂടി നമുക്ക് കർഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അത്രയും സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൈലാബ് എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 2 ഏഷ്യയിലെ നമ്പർ 1 ഒരു ലാബ്. ആ ലാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൊറോണ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കൊറോണ ടെസ്റ്റിംഗ് കിറ്റിന് ഉണ്ടായിരുന്ന 7500 രൂപ വരെ ഉണ്ടായിരുന്ന ടെസ്റ്റിംഗ് കിറ്റിനെ 500 രൂപയിലേക്കും 250 രൂപയിലേക്കും സാധാരണക്കാരന് ഉപയോഗിക്കുവാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തത് മൈലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് നെറ്റ്സർഫിന്റെ ഒരു അസോസിയേറ്റ് സ്ഥാപനമാണ്. അതുപോലെ തന്നെ വൂഹു എന്ന് പറയുന്ന ഫുഡ് ആൻഡ് ബീവറേജിന്റെ ഒരു കമ്പനിയുണ്ട്. ഗ്രിൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. നെറ്റ്സർഫ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ഒരു പരസ്യദാതാക്കളും ഇല്ലാതെ നേരിട്ട് കർഷകരിലേക്ക് അവർക്ക് വേണ്ട ഡിസ്കൗണ്ടോടുകൂടി നൽകുവാൻ വേണ്ടി സാധിക്കുന്ന നെറ്റ്സർഫ് ഡയറക്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയും നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ്. നമുക്കറിയാം, ലോകത്തിലെ ഓർഗാനിക് കാർഷിക സംസ്കാരത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് US ആണ്. ആ US രാസവളങ്ങളോ മറ്റു വളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി വികസിപ്പിച്ചെടുക്കുന്നത്. അവരുടെ ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ നെറ്റ്സർഫിനെ ഇന്ന് അംഗീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്നത്. നമുക്കറിയാം, ഫോബ്സ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, മണി കൺട്രോൾ, സക്കായ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ലീഡിംഗ് മീഡിയാസ് എല്ലാം തന്നെ ജനങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റിയാണ് കമ്പനിയുടെ, ആ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കർഷകരിലേക്ക് 100% കോൺഫിഡൻസോട് കൂടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ നൽകുവാൻ വേണ്ടി സാധിക്കുന്നത്. അത് റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം, പല നിറത്തിലുള്ള ഒരു കുപ്പികളെയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഖരാവസ്ഥയിലുള്ള നമ്മുടെ വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ഒരു വളപ്രയോഗത്തിലേക്കുള്ള നമ്മുടെ ഒരു ചുവടുമാറ്റം വരുമ്പോൾ നമുക്ക് ഇന്നുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് 25% മുതൽ 50% വരെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. എങ്ങനെയാണ് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഖരാവസ്ഥയിലുള്ള ചാക്ക് കണക്കിനുള്ള വളങ്ങൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ കൂലിച്ചെലവ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് 1 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് നമുക്ക് മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ തോട്ടത്തിന് ഉടമയ്ക്ക് തന്നെ വളപ്രയോഗം ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വളപ്രയോഗത്തിന്റെ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ടെക്നോളജി വളർന്നിരിക്കുകയാണ്. ആ ടെക്നോളജിയാണ് ഇവിടെ ബോട്ടിലുകളായി സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബയോഫിറ്റ് അഗ്രികെയർ പ്രൊഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചർ ഗ്രൂപ്പ് R&D സെന്റർ ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ DSIRന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഓർഗാനിക് അഗ്രികെയർ ബയോഫിറ്റ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ബൈ അജയ് ബയോടെക്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്രൂവ്ഡ് ബൈ ഇക്കോസെർട്ട് ഇൻപുട്സ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം അർപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇക്കോസെർട്ട് ഇൻപുട്സിന്റെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെർട്ടിന്റെ അനുമതിയോടുകൂടി ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്ത പ്രൊജക്ട്സ് ആണ് ഉള്ളത്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്, GMB സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. 100% നാച്ചുറൽ, ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. ഒരു കെമിക്കലോ അതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. നമുക്ക് നോക്കാം, സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിലുള്ള എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, മിനറൽസ്, വാട്ടർ, ലൈറ്റ് എനർജി തുടങ്ങിയവയൊക്കെ ഒരു സസ്യത്തിന്റെ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, മിനറൽസ്, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്,
ആൻഡ് ബയോസ്റ്റിമുലൻസ് തുടങ്ങിയവയൊക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സസ്യത്തിന് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത്. ആ വളർച്ചയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ വളർച്ചയെ വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളുണ്ട്. പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി, ഇൻസെക്റ്റിന്റെയും പെസ്റ്റിന്റെയും അറ്റാക്ക്, വൈറസിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയലിന്റെയും അറ്റാക്ക്, ഓവർ ഡോസ്, വാട്ടറിന്റെയും അതുപോലെ തന്നെ ഫെർട്ടിലൈസറിന്റെയും ഒക്കെ ഓവർ ഡോസസ്. നമുക്കറിയാം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, ടാപ്പ് ഇറിഗേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോളി ഹൗസ് ആയിക്കോട്ടെ, പോളിയർ ആയിക്കോട്ടെ, അവയൊക്കെ ഇന്ന് നമ്മുടെ ഏരിയയിലേക്ക് വന്നത് അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജി തന്നെയാണ് നാനോ ബയോ ടെക്നോളജി എന്ന് പറയുന്നത്. ഒരുപക്ഷെ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സസ്യത്തിന് ആവശ്യമായ വെള്ളം എത്തിക്കുവാൻ വേണ്ടി എത്തുന്ന തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജി ഇന്ന് മാറിയിരിക്കുകയാണ്. 30 ലിറ്റർ ആണ് ഒരു സസ്യത്തിന് വെള്ളം വേണം എന്ന് പറയുമ്പോൾ ആ 30 ലിറ്റർ എത്തുമ്പോൾ ആ സെൻസർ വെച്ച് കട്ടാവുന്ന രീതിയിലേക്ക് സസ്യത്തിന് വെള്ളം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കാർഷിക മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള അളവില് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. ആറ്റിൽ കളഞ്ഞാലും വളർന്നേ കളയാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ സസ്യങ്ങൾക്ക് കൃത്യമായി നമ്മൾ കൊടുക്കുമ്പോൾ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞു. കൃത്യമായി കൊടുക്കുമ്പോൾ അതിൽ നിന്നും കൃത്യമായി നമുക്ക് ഇങ്ങോട്ടും നമുക്ക് ഘടകങ്ങൾ തരുന്നു. നമുക്ക് നോക്കാം, ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് ഭൂമിയിലുള്ള എവിടെ പോയി കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് 3 ഘടകങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലകങ്ങളാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടറാണ്. അതിൽ തന്നെ ഒന്നാമത്തെ ഘടകത്തിലെ മൂലകങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. മൂലകങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഇത് എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ്, പ്രധാന മൂലകങ്ങൾ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഉപപ്രധാന മൂലകങ്ങൾ, രണ്ടാമത്തെ ഘടകം ഉപപ്രധാന മൂലകങ്ങൾ, മാഗ്നീഷ്യം, കാൽസ്യം, സൾഫർ. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ മൂലകങ്ങൾ, അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, ക്ലോറിൻ, നിക്കൽ, മോളിബ്ഡിനം തുടങ്ങിയ 14 വരുന്ന അടിസ്ഥാനപരമായ മൂലകങ്ങൾ സസ്യത്തിന് ലഭ്യമാകുമ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നത്. നമുക്ക് നോക്കാം അവ എങ്ങനെയാണ് സസ്യങ്ങളെ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. ഒരുപക്ഷെ കർഷക മേഖലയിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ. ആ യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത് ലിക്വിഡ് ബേസിൽ വരുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് സസ്യത്തിന് എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നമുക്ക് നോക്കാം. NPK 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ 1 ml ഈസ് ഈക്വൽ ടു 10 കോടിയിലധികം വരുന്ന ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് നമ്മുടെ NPK എന്ന് പറയുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, നാനോ ടെക്നോളജിയാണ്, ബയോ ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള പ്രധാന മൂലകങ്ങളെ കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ NPK-യിലൂടെ സാധിക്കുന്നു. നമുക്കറിയാം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. 78% നൈട്രജൻ ആണ്. ആ നൈട്രജനെ സ്വന്തമായി സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ആർക്കില്ല? സസ്യങ്ങൾക്കില്ല. ആ കഴിവിനെ നൈട്രേറ്റ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള മൊബിലേസിൻ, ഫിക്സേറ്റിൻ, അസിറ്റോബാക്ടർ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അപ്പൊ മണ്ണില് സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയെ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ ഇല്ലായ്മ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിദത്താലമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അതിലൂടെ വരുന്നത്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് രാസവളത്തെ തെറ്റു പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിരുന്ന രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മാറുവാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാം. കാരണം അതിൽ നിന്ന് ഈൽഡ് കിട്ടുമോ, അതിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള ഒരു ചിന്ത വരാം. അപ്പൊ അവിടെ നമ്മുടെ രാസവളത്തിൽ നിന്നും ലഭിക്കുന്ന ഈൽഡിനുപരി 30% മുതൽ 50% വരെ ഈൽഡ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. എങ്ങനെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടാണ് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിക്കുന്നത്. അതേപോലെ രാസവളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കൃത്രിമമായ ശ്വാസം കൊടുക്കുക, കൃത്രിമമായിട്ടുള്ള ശ്വാസം നൽകുന്നതിലൂടെ ചുരുങ്ങിയ സമയത്തിലൂടെ മാത്രമാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അത് പിന്നീട് ഭീകരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക്, മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലേക്ക് വഴിതെളിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മണ്ണിന്റെ ഘടന മാറുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്.
ഏകദേശം 1970-കളിൽ രാസവളത്തിന്റെ പ്രയോഗം വന്നു കഴിഞ്ഞു. ഏകദേശം 15 വർഷത്തിന് ശേഷം കെമിക്കലിന്റെ ഉപയോഗം വന്നു. ആ സമയത്ത് നമുക്ക് കൂടുതൽ വിളവ് ലഭിച്ചു. പക്ഷെ മണ്ണിന്റെ ഘടനയിൽ ഉണ്ടായിരുന്ന മാറ്റം ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുവാൻ വേണ്ടി ഇടയായി. വയനാട് മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കവുങ്ങ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. കംപ്ലീറ്റ് മഞ്ഞളിൽ പോകുന്ന കൂമ്പ് കുറുകി പോകുന്ന ഒരു സാഹചര്യം. ആ മണ്ണിനെ തിരിച്ചെടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ, എന്ത് സാധിക്കുള്ളൂ, കാർഷിക മേഖല കൂടുതൽ മെച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. ആ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NPK നമ്മളിവിടെ പരിചയപ്പെട്ടത്. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ മണ്ണിന്റെ വളക്കൂറ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് ഷേത്ത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ മാറ്റുവാനും മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മണ്ണിന്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻസിന്റെ കൂടെയുള്ള ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. മണ്ണിന്റെ pH ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 7.5 to 6.5 to 7.5 എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ദഹനം പ്രക്രിയ നടക്കുന്നത്. സസ്യത്തിന് ആവശ്യമായ വളത്തെ സ്വീകരിക്കാനുള്ള ആവാസ വ്യവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷയത്തിലൂടെ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാ സസ്യങ്ങൾക്കും ഒരു പ്രതിരോധ ശേഷിയുണ്ട്. മനുഷ്യർക്കുള്ളതുപോലെ മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുണ്ട്. ഇന്ന് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു. മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം മണ്ണിരകള് താഴോട്ട് സഞ്ചരിക്കുന്ന മണ്ണിരകളെ മുകളിലെ ആവാസ വ്യവസ്ഥ, രാസവള കുമ്മായം പോലും ഇടാതെ നമുക്ക് മുകളിലെ ആവാസ വ്യവസ്ഥയെ നമ്മുടെ ജീവികൾക്കും ചെറു പ്രാണികൾക്കും ഒക്കെ ആ ഒരു സന്തുലനാവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു. തികച്ചും ഓർഗാനിക് ആയതുകൊണ്ട് ഏകദേശം 5 ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ആ ഷേത്ത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml ഇതിൽ NPKയുടെ കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം ഷേത്ത് സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം ഷേത്ത് ഉപയോഗിച്ച് കിട്ടിയ ഒരു റിസൾട്ട് കുറച്ച് നമുക്ക് വീഡിയോസ് നോക്കാം. ಎಷ್ಟು ಉದ್ದ ಐತೆ? ಬಿಡ್ರಿ ಹಿಡಿಬೇಡ್ರಿ. മണ്ണിരകളുടെ തേടിയുള്ള യാത്രയിലാണ് നമ്മുടെ ജോസഫ് മാഷന്റെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മണ്ണിരകൾ താഴെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള പഴയകാലത്ത് നമ്മൾ കാണുന്ന മണ്ണിരകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ണിരകൾ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ രാസവളം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. വലിയ ഈ ഒരു മണ്ണിരകൾ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ കർഷകരുടെ മിത്രമായ മണ്ണിരകൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് 1 വർഷക്കാലമായി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിച്ചതാണ്. മണ്ണിരകളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് കർഷക സുഹൃത്തുക്കളെ, നിതീഷ് തൊലത്തുവൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. നമ്മുടെ 1ാമത്തെ പാത്രത്തിൽ കാണുന്നത് ഡോളോമേറ്റ് ഇട്ടതാണ്, 2ാമത്തെ പാത്രത്തിൽ ഇടുന്നത് കുമ്മായം ഇട്ടതാണ്, 3ാമത്തെ പാത്രത്തിൽ കക്കപ്പൊടി, 4ാമത്തെ പാത്രത്തിൽ നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ച ഒരു 4 പാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 4 പാത്രത്തിലും നമ്മൾ മണ്ണിരകളെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 4 പാത്രത്തിലും മണ്ണിരകളെ അപ്ലൈ ചെയ്തതിൽ ഏത് പാത്രത്തിലാണ് മണ്ണിരകൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ മണ്ണിരകൾ ഓൾറെഡി മരണത്തിന്റെ പാതയിലാണ്, പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുമ്മായത്തിലെ മണ്ണിരകളും പിടയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കക്കപ്പൊടി ഇട്ട ഒരു പോട്ടിലെ മണ്ണിരകളും പിടയ്ക്കുന്നൊന്നുമില്ല, താഴോട്ട് സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിര ഓൾറെഡി താഴോട്ട് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഒറ്റ മണ്ണിര മാത്രമാണ് മുകളിലുള്ളത്. അത്രയും നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ വളരെ ഓർഗാനിക്കായി മണ്ണിനെ സംരക്ഷിക്കുന്നവയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പെരിമെന്റ്. കാരണം നമ്മൾ ഇന്ന് കുമ്മായം ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലങ്ങളൊക്കെ മാറ്റി നിർത്തുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു. കുമ്മായത്തിന്റെ ചെലവ് പോലും നമുക്ക് കുറക്കുവാൻ വേണ്ടിയിട്ടും വളപ്രയോഗത്തിൽ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നത്. അതോടെ തന്നെ 2ാമത്തെ ഘടകം വളപ്രയോഗം നമ്മൾ മനസ്സിലാക്കി. 3ാമത്തെ ഒരു ഘടകമാണ് നമ്മുടെ ഗ്രോത്ത്, അതായത് വളർച്ചയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലായിട്ടുള്ള റിസൾട്ട് നമുക്ക് സസ്യത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. റൂട്ട് ടു ഫ്രൂട്ട് എന്നാണ് സ്റ്റിംറിച്ചിനെ പറയുന്നത്.
എന്താ റൂട്ട് ടു ഫ്രൂട്ട്? വേര് മുതൽ കായഫലം വരെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് നോക്കാം. കാരണം സസ്യത്തിന് ഇന്നുള്ളത് 2 വേരുകളാണ്. ഒന്ന് വെളുത്ത വേരുകൾ, 2 കറുത്ത വേരുകൾ. വെളുത്ത വേരുകൾ എന്ന് പറയുന്നത് മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സ്വീകരിക്കുന്ന വേര്. കറുത്ത വേരെന്ന് പറയുന്നത് സസ്യത്തിന്റെ തായ് വേര് അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കുന്ന വേരെന്നാണ് പറയുന്നത്. ആ വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മണ്ണിന്റെ പ്രതലത്തിലുള്ള പോഷകാഹാരങ്ങളെ സസ്യത്തിന് കൃത്യമായി എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ സസ്യത്തിന്റെ കാണ്ഡത്തെ ദൃഢപ്പെടുത്തിക്കൊണ്ട് വളരെ ബലമുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇലകൾക്ക് നോക്കുവാണെങ്കിൽ ഇലകളുടെ ഫോട്ടോസിന്തസിസ് കൃത്യമാക്കിക്കൊണ്ട് പച്ചപ്പിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇലകളുടെ സൈസിനെ പോലും മാറ്റം വരുത്തുന്നു. കായഫലം നമുക്ക് നോക്കുവാണെങ്കിൽ ഒരേ സൈസിലുള്ള കായഫലത്തെ നമുക്ക് കാണുവാനും ഒരേ സൈസിലുള്ള കായയുടെ ഫസ്റ്റ് ക്വാളിറ്റി കായയെ നമുക്ക് ലഭിക്കുവാനും നമുക്ക് സാധിക്കും. ഇപ്പൊ ജാതിപത്രിയാണെങ്കിൽ അല്ലെങ്കിൽ ജാതിക്കയാണെങ്കിൽ ഒരേ സൈസിലുള്ള കായ ലഭിക്കുന്നു. അത് ഫസ്റ്റ് ക്വാളിറ്റി ആയി നമുക്ക് വിൽപ്പന നടത്തുവാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പൊ നമ്മുടെ വാഴപ്പഴമാണെങ്കിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള പടലകളിലെല്ലാം തന്നെ ഒരേ ക്വാളിറ്റി ഉള്ള വാഴപ്പഴത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഇത്തരത്തിൽ വരുന്ന ഉൽപ്പന്നമാണ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫോളിയർ സ്പ്രേയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ സോയിൽ ആപ്ലിക്കേഷൻ നമ്മുടെ സ്റ്റിംറിച്ച് NPKയുടെ ഷേയത്തിന്റെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്താൽ പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ വെറും 15 മുതൽ 20 ദിവസം കൊണ്ട് അതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കമ്പനി പറയുന്ന എങ്ങനെയാണ് വളർച്ച ഉണ്ടാവുന്നത്, ഗ്രോത്ത് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച സ്റ്റിംറിച്ച് ഉപയോഗിച്ച ഒരു ഫോട്ടോയും ഇടതുഭാഗത്ത് കാണുന്നത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു ഫോട്ടോയുമാണ്. ഇത് സീഡ് ജെർമിനേഷൻ, അതായത് വിത്ത് സംസ്കരണം മുതൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ആ വിത്ത് സംസ്കരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ 90 മുതൽ 92% വരെ നമുക്ക് വിത്ത് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വേരുകൾ അല്ലെങ്കിൽ ലീഫ് സ്റ്റേജിലായാലും വെളുത്ത വേരുകളുടെ സമയത്തായാലും പ്രൊമോട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഏരിയകളിൽ നമ്മുടെ വെളുത്ത വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇലകളുടെ കൂടുതൽ വളർച്ചയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ വെജിറ്റേറ്റീവ് ഗ്രോത്തിലായാലും നമുക്ക് ഇവിടെ ആ ഒരു വളർച്ചയെ നമ്മുടെ ഉപയോഗിച്ച ആ ഒരു പിക്ചറും ഉപയോഗിക്കാത്ത പിക്ചറും തമ്മിലുള്ള വളർച്ചയെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജ്, ഏറ്റവും കൂടുതൽ കരുത്തോടു കൂടിയുള്ള ഫ്ലവറിംഗ് സ്റ്റേജ് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ സ്റ്റിംറിച്ച് ഉപയോഗിച്ചതിലൂടെ സാധിക്കുന്നു. കായഫലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും താഴെ മുതൽ മുകളിൽ വരെ ഒരേ സൈസോടുകൂടി കായ കൃത്യമായ സൈസിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഉപയോഗിക്കാത്തതിൽ വന്ന റിസൾട്ടും ഇപ്പോഴത്തെ കണ്ടീഷനിൽ വരുന്ന ഒരു സംവിധാനം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ആ രീതിയിലാണ് കമ്പനി പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിലൂടെ കർഷകർക്ക് ലഭിച്ച, ഇന്ന് കേരളത്തിലെ കർഷകർ ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കർഷകർക്ക് റിസൾട്ട് ലഭിക്കുന്ന ഒന്നാണ്. അങ്ങനെ റിസൾട്ട് ലഭിച്ചതും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 വർഷം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ചുള്ളിക്കരയിലെ ഒരു തോട്ടത്തിൽ 27 മാസം പ്രായമായ കവുങ്ങ് കൊലച്ചു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അല്ലാതെ വേറൊരു ഉൽപ്പന്നങ്ങൾ അവിടെ കൊടുക്കാറില്ല. ഒരു ബെന്നി സാറിന്റെ ഫോട്ടോയും അവിടെ കാണുന്നുണ്ടാവും. ബെന്നി സാറിന്റെ തോട്ടമാണ് അവിടെ വരുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ പച്ചക്കറികളിൽ കൊടുത്ത ഒരു റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. പച്ചക്കറിയിൽ വളരെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കുരുമുളകിൽ നമുക്ക് വന്ന റിസൾട്ടാണ്. കാരണം എല്ലാ വിളകളിലും റിസൾട്ട് ഉണ്ടായിക്കൊണ്ട് കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെ മണ്ണിലും ഉപയോഗിച്ച് ഫലപ്രദമായി എന്ന് കർഷകർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്നത്. ഇത് മഞ്ഞളിപ്പിൽ വന്ന ഒരു മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. താഴത്തത് ഉപയോഗിക്കാത്തതും മുകളിൽ ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മുടെ ഇന്റീരിയർ ആയിട്ടുള്ള ചെടികൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നതിന്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. വീട്ടിനുള്ളിലായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രോബ്ലവും ഇല്ലാതെ, ഒരാൾക്കും ഒരു മനുഷ്യനോ ജീവജാലങ്ങൾക്കോ മറ്റ് ജന്തുക്കൾക്കോ ഒരു പ്രോബ്ലവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഒരു ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്പ്രേ ചെയ്തതിൽ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മളിവിടെ മുകളിൽ ഉപയോഗിച്ചതും താഴെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു പച്ചപ്പൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നെൽകൃഷിയിൽ ഉണ്ടായ ഒരു റിസൾട്ടാണിത്.
നമ്മുടെ മുകളിലത്തെ ഒരു ഫോട്ടോയിൽ ഇത് ഉപയോഗിക്കാത്തതും താഴെ ഉപയോഗിച്ചതുമാണ്. ആ ഉപയോഗിക്കാത്തതിലെ നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന മാറ്റവും ഉപയോഗിച്ചുമ്പോൾ കൂടുതൽ കണപൂട്ടി കൂടുതൽ റിസൾട്ട് ഉണ്ടായതുമായിട്ടുള്ള റിസൾട്ട് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു നമ്മുടെ കർഷകർക്ക് ഉണ്ടായ അനുഭവങ്ങളുടെ ഒരു വീഡിയോ കൂടെ നമുക്ക് ഇവിടെ ഒരു വർഷമായിട്ട് NPK ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നെറ്റ് സർഫിന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് അതിന് സ്റ്റിംറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആയിരിക്കുന്ന ഫലം എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ശരത്തിനാണെങ്കിൽ നീളമുണ്ട്, അതുപോലെ തന്നെ ചിമ്പുണ്ട്. പിന്നെ ചിമ്പിനെല്ലാം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന വളർച്ചയുണ്ട്. അതിൻ്റെ ഈൽഡിങ്ങിലാണെങ്കിലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അതേസമയം ഉപയോഗിക്കാത്ത ഒരു തോട്ടമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരേ സമയത്ത് തന്നെ വെച്ചതാണ്. എന്നാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരേ സമയം ഉപയോഗിക്കാതെയും ഉപയോഗിച്ചും ചെയ്ത ഏലം തോട്ടത്തിലെ ഒരു റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഇടുക്കിയിലെ രാജകുമാരി പൂപ്പാറയിലുള്ള പ്രിൻസാറിന്റെ ഒരു തോട്ടമാണ് നമ്മളിവിടെ കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് റബ്ബർ കൃഷിയിൽ ഉണ്ടായിരുന്ന ഒരു റിസൾട്ട് നമുക്ക് പരിശോധിക്കാം. നെപ്സർപ്പിന്റെ വളം ചെയ്തിട്ടാണ് ഞാൻ ടാപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞത് ഇതാണ് ഒട്ടുപാല്. നിങ്ങൾ കണ്ടില്ല ഓരോ ഒട്ടുപാല് നമുക്ക് ഇങ്ങനെ ഓരോ റബ്ബറിനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത് പറയാനും കാരണം എന്നാ വെച്ചാല് ഇവന് കൊടുക്കാനുള്ള കൂലി, ടാപ്പിങ്ങാണ് കൊടുക്കാനുള്ള കൂലി നമുക്ക് ഈ ഒട്ടുപാലിൽ നിന്നും അവർ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതാണ്. അതുപോലെ ചേട്ടപ്പാലും പൊളിച്ചെടുക്കും. അപ്പൊ വീഴ്ച നിൽക്കും. ഈ പാലിന് കൊഴുപ്പുള്ളതുകൊണ്ടാണ് ചേട്ടപ്പാൽ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്നത്. കൊഴുപ്പില്ലെങ്കിൽ നമുക്ക് ചേട്ടപ്പാൽ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ വെട്ടുകാരന് കൊടുക്കാനുള്ള കൂലി നമുക്ക് നെപ്സപ്പിന് വളം കൊടുത്തപ്പോൾ പണിക്കൂലി കൊടുക്കാനുള്ളത് നമുക്ക് ഒട്ടുപാലിൽ നിന്നും ചേട്ടപ്പാലിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒരു മാസം ആകുന്നുള്ളൂ ഇത് എൻ്റെ ഒട്ടുപാലിൽ. ഇതൊരു 2-2.5 കിൻഡിൽ ഒട്ടുപാലുണ്ട്. ഇത് ഇങ്ങനെ ഒഴിച്ച് കിടക്കണം. അപ്പോൾ സുഖമായിട്ട് പാലിന് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ 700 മരം വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1000 മരം വെട്ടി എനിക്ക് 200 ലിറ്റർ പാലാണ്. അതാണ് അതിന്റെ മെച്ചമുള്ളൂ. പാലും നല്ല അത് DRC, പാലിന് നല്ല DRC ഉണ്ട്. അതുമാണ് അതിന്റെ ഇത് പറയുന്നത്. അതുകൊണ്ട് നെപ്സർപ്പിന്റെ വളം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വളമാണ്. ചെയ്യാൻ വലിയ താല്പര്യമുള്ളവർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. റബ്ബറിൽ ഉണ്ടായിരുന്ന റിസൾട്ടാണ്. നമുക്ക് പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന റിസൾട്ട് കൂടെ നമുക്ക് പരിശോധിക്കാം. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂരിലെ പഞ്ചായത്തിലെ മൂച്ചിക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കർഷകൻ ഷാജി സാറിൻ്റെ അടുത്തല്ലേ. ഞാനിതൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. എന്താ ടേസ്റ്റ്! നമ്മുടെ നെറ്റ്സർഫിന്റെ NPK ക്ഷേത്ര സ്റ്റിംറിച്ച് ജൈവ വളങ്ങൾ കൊടുത്ത് വന്ന ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഇതിന് ഓണർ ഷാജിയേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ വന്നിട്ട് കഴിക്കുമ്പോൾ പറഞ്ഞത് ജൈവത്തിന്റെ ഒരു ടേസ്റ്റ്, അതോടൊപ്പം തന്നെ പുളിയില്ല, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. തക്കാളി ഇങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് 2ാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് 2ാമത്തെ വിളവെടുപ്പിന്റെ തക്കാളിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏകദേശം 60 ദിവസം കഴിഞ്ഞ ഒരു ചെടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അത്രയും നല്ല ഉൽപ്പന്നമാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെത്. തീർച്ചയായിട്ടും ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിച്ചാണ് അവിടെ പറയും. മുളകിന്റെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. മുളകിന്റെ ഒക്കെ അതിന്റെ നീട്ടം, ഇതിന്റെ വലിപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ നീളം കൂടിയതാണ് വരുന്നത്. അതൊക്കെ വളരെയധികം ഗുണപ്രദമുള്ളതാണ്. നമ്മുടെ കൂടെയുള്ളത് ബഷീർക്കയാണ്, നമ്മുടെ മലപ്പുറത്തിന്റെ ഏജന്റാണ്. അദ്ദേഹമാണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ മലപ്പുറത്ത് താനൂരിലുണ്ടായ റിസൾട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വെൽക്കം ആശംസിച്ച ഇവിടെ സാബു സാറ് കൊടുത്തുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 60 ദിവസം കൊണ്ട് തന്നെ കിട്ടിയ ഒരു റിസൾട്ടാണ്. പച്ചക്കറികൾ ഇത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഷാജി സാറിന്റെ ഒരു തോട്ടമാണ് നമ്മൾ കണ്ടത്. അത്രയും നമുക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഏത് വിളകളിലേക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു തേക്കാണത്. ആ തെക്ക് ഏകദേശം ഒരു 5 അടി 6 അടി വണ്ണമുള്ള ഒരു തേക്കാണത്. ആ തേക്കിന്റെ താഴെ വെച്ചിരുന്ന കവുങ്ങുകളാണ് ഈ കാണുന്നത്. ഇതും ഞാൻ സത്യത്തിൽ ഞാനത് ഉപേക്ഷിച്ച ഒരു കവുങ്ങുകളായിരുന്നു. പക്ഷേ ഈ ബാക്കി കവുങ്ങുകൾക്കും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇതിനും കൂടെ അപ്ലൈ ചെയ്തു. ഈ കവുങ്ങ് വേഷം മറ്റേതിനോട് അതേപോലെ തന്നെ വളർന്നു വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കൂമ്പ്, ഈ കൂമ്പിന്റെ വണ്ണം, അതായത് ഈ വരുന്ന കൂമ്പുകൾ
വണ്ണം നമ്മൾ സാധാരണ ഉള്ള വളം ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വണ്ണത്തെക്കാൾ കൂടുതലാണ് ഇതിന്റെ ഒരു പൂപ്പിന് വണ്ണം. നെറ്റ്സർഫ് ഉൽപ്പന്നങ്ങളായ സ്റ്റിംറിച്ച്, ഷേത്ത്, NPK ഈ 5 വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള കണക്കിന് മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒഴിച്ചതിന് ശേഷം കിട്ടിയ റിസൾട്ടാണ് ഈ തെങ്ങിന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കൂമ്പ് ചീഞ്ഞ് നശിച്ചു എന്ന് കരുതിയ ഒരു തെങ്ങാണ് ഈ കാണുന്നത്. അത് ഈ താഴത്തെ ഇതാണ് നമ്മുടെ പഴയ തെങ്ങ്. അതിന് 2 മടൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇത് തെങ്ങ് പോയി എന്നുള്ള കണക്കൂടൽ ഞാൻ ഇതിനൊരു ലെവലസ് പോലും വെള്ളം കൊടുത്തിരുന്നില്ല. ഈ കവുങ്ങ് നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഇതിന് ഒട്ടും വെള്ളം, കാരണം ഇത് പോയ തെങ്ങാണല്ലോ എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കവുങ്ങിന് നെറ്റ്സർഫിന്റെ ഇത് വളം ഒഴിച്ച കൂട്ടത്തിൽ ഞാൻ ഇതിനും കൂടെ ഒരു 2 ലിറ്റർ വളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ അതിന് താഴെ നിന്ന് വേറൊരു മുള വന്നിട്ട് ആ തെങ്ങ് രണ്ടാമത് റെഡിയായി വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തെങ്ങ് കൂമ്പ് ചീഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരു മുളയായിട്ട് വന്നത് തെങ്ങ് വീണ്ടും ആകും എന്നുള്ള ഒരു അറിവ് എനിക്കില്ല. എനിക്ക് എത്രത്തോളം പറ്റാൻ എനിക്ക് ഈ മേഖലയിൽ ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. അതാണ് കർഷകരുടെ ആ ഒരു അനുഭവമാണ് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നത്. ഇത് 800 കവുങ്ങിന് ഇപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്ന്. നല്ല റിസൾട്ടാണ് ഇത്. ഒരു പുള്ളിക്കുത്തോ ഒരു മഞ്ഞപ്പോ ഒന്നുമില്ല ഇതിന്. ഈ കവുങ്ങിൻ്റെ വെച്ചപ്പോൾ തൊട്ട് ഇത് ഒഴിച്ചതാണ്, യാതൊരു കുഴപ്പമില്ല, നല്ല ഇതാണ്. അതേസമയം അയൽവക്കത്തെ പറമ്പിലെ വലിയ കവുങ്ങും എല്ലാം കാണാൻ മുഴുവൻ മഞ്ഞപ്പാണ്. അപ്പം അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് വിജയിക്കാറാണ്. പക്ഷെ അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്തതാണ്. തീർച്ചയായും ഇത്തരം ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നമ്മളും കൂടെ തയ്യാറാവുന്നതുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നെറ്റ്സർഫ് വലിയൊരു വിപ്ലവമാകുന്നത്. നമുക്ക് ഈ കവുങ്ങ് കാണുമ്പോൾ തന്നെ സന്തോഷ, ഈ കവുങ്ങ് എത്ര മാസം പ്രായമായതാണ്? ഇത് ഇപ്പം 15 മാസമായി നമ്മൾ കുഴി വെച്ചിട്ട്, ഒരു പ്രായമുള്ളത്. ഓക്കെ, 15 മാസം പ്രായമായ ഒരു കവുങ്ങിന്റെയാണ് ഇതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും സന്തോഷന്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഒരു 100 കവുങ്ങ് കായ്പിക്കാം. ഉറപ്പായിട്ടും ചൊട്ടയിടും. അപ്പൊ അത്രയും ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കവുങ്ങല്ലേ ഇത്. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കവുങ്ങ് കർഷകർക്കും അതുപോലെ തന്നെ തെങ്ങ് കർഷകർക്കും എല്ലാത്തിനും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തോട്ടം, അതിന്റെ ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ തോട്ടം ഫുള്ളായിട്ട് കാണാം. ഓരോ കവുങ്ങും നമുക്ക് അതുപോലെയുള്ള വളർച്ച വന്നിട്ടുണ്ട്. മഞ്ഞളിപ്പോ അല്ലെ അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു തോട്ടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ്സർഫിലൂടെ സാധിച്ചിട്ടുണ്ട്. ഓരോ കർഷകരും നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നു എന്നുള്ളതിന്റെ ചുരുങ്ങിയ റിസൾട്ടുകളാണ് ഇവിടെ കാണേണ്ടത്. ബാക്കിയുള്ള റിസൾട്ടുകൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാം കാണിക്കുവാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഗമ്മർ സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇലകളുടെ pH ലെവലിനെയും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ബയോനാൻഡി എന്ന് പറയുന്നത്. 3 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിംറിച്ചിന്റെ കൂടെയും ഇൻടാക്റ്റിന്റെ കൂടെയും നമുക്കിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെയുള്ള വേറൊരു ഉൽപ്പന്നമാണ് ബയോ ലാർവിസൈഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കണ്ണിൽ കാണുന്ന കീടങ്ങളെ നമുക്ക് നശിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഓർഗാനിക് ആയിട്ട് നമുക്ക് ഇലകളെയും സസ്യത്തെയും പരിപാലിക്കുവാനും വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇൻടാക്ട് എന്ന് പറയുന്നത്. കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും, ഉറുമ്പുകളെയും മുഞ്ഞകളെയും അങ്ങനെ വരുന്ന വെള്ളീച്ചകളെയും ഒക്കെ നശിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഇൻടാക്റ്റിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫംഗസിനെ, വൈറലിനും ബാക്ടീരിയൽ ആക്ടിവിറ്റീസിനും ഒക്കെ മാറ്റം വരുത്തുവാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് നാനോ ടെക്നോളജി ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. റാപ്പപ്പ് ഉപയോഗിക്കേണ്ടത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലാണ് മിക്സ് ചെയ്യേണ്ടത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ആവരണം പോലെ കിടക്കുകയും അതോടൊപ്പം തന്നെ സസ്യത്തിന്റെ നമ്മുടെ വൈറസിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയും തുരിശില് അതുപോലെ തന്നെ ബോഡോ മിശ്രിതം അതുപോലെ COC പോലുള്ളവയൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് ഓർഗാനിക് ആയിട്ട് ഉപയോഗിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തെ വളർത്തിയെടുക്കുവാനും വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് കളനാശിനിയായി നമ്മുടെ മണ്ണിലുള്ള
നമ്മുടെ കളകളെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് ഇന്ന് നിരോധിച്ച റൗണ്ടപ്പ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിലൂടെ നമുക്ക് ഓർഗാനിക് ആയി നമ്മുടെ കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ബയോഫിറ്റിന്റെ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കാർഷിക മേഖലയിലുള്ളത്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ്, സ്പ്രേയർ, അതുപോലെ തന്നെ സോപ്പൊടി ഉപയോഗിച്ച ബക്കറ്റ് പോലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. തീർത്തും ഓർഗാനിക് ആയ ജീവാണുവളമായതുകൊണ്ട് തന്നെ കെമിക്കൽ ഉപയോഗിച്ചതാണെങ്കിൽ അതിന് നമ്മുടെ ജീവാണുവളത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയായി കഴുകി കല്ലുപ്പ്, മഞ്ഞള്, അതുപോലെ തന്നെ പുളിയിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ഡ്രമ്മുകൾ, അങ്ങനെയുള്ള ഡ്രമ്മുകളാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് ഓരോരുത്തരുടെ അറിവിലേക്ക് പറയുകയാണ്. അതുപോലെ തന്നെ പശുക്കളുടെ ആരോഗ്യത്തിനും പരിപാലനത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. അത് പശുവിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പാലുൽപാദന വർധനവിനും അതുപോലെ തന്നെ പശുവിന്റെ മെറ്റബോളിസം ചേഞ്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. 36ലധികം വരുന്ന വിറ്റമിൻസും മിനറൽസും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും എല്ലാം അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ CFC പ്ലസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇന്ന് ശതാവരിയും മേത്തിയും അടക്കമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പശുക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ പക്ഷി മൃഗാദികളുടെയും ഒക്കെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് CFC പ്ലസ് എന്ന് പറയുന്നത്. പശുക്കൾക്കാണെങ്കിൽ 15 ഗ്രാം ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പാലുൽപാദനം 10 മുതൽ 15% വരെ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ പാലിന്റെ റീഡിങ്ങിൽ മാറ്റം വരുന്നു, SNF-ൽ മാറ്റം വരുന്നു, കൊഴുപ്പിൽ മാറ്റം വരുന്നു, പാലുൽപാദനം വർധനവുണ്ടാകുന്നതോടൊപ്പം തന്നെ പാലിന്റെ വിലയിലും വർധനവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് CFC പ്ലസ് എന്ന് പറയുന്നത്. അത് കോഴികൾക്കും അതുപോലെ തന്നെ കുതിരകൾക്കും ആടിനും എല്ലാ പക്ഷി മൃഗാദികൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിഷ് ഫാമിംഗ് നടത്തുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന 3 ഉൽപ്പന്നങ്ങളാണ് അക്വാ ഫീഡ്, അക്വാ ക്ലിയർ, അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങി മീനുകളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഫീഡ് സപ്ലിമെന്റ് ആണ് അക്വാ ഫീഡ് എന്ന് പറയുന്നത്. അതുപോലെ ജലം ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ് അക്വാ ക്ലിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണ്ണിന്റെ pH ലെവൽ പോലെ തന്നെ സസ്യങ്ങളുടെ ഇലകളുടെ pH ലെവൽ പോലെ തന്നെ ജലത്തിന്റെ pH ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ജലത്തിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നമാണ് അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഓർഗാനിക് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗാനിക് ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയാണ് അതിൽ പ്രധാനപ്പെട്ട ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ച റിസൾട്ട് നേടിയ പ്രിയപ്പെട്ട നമ്മുടെ തോമസ് സാർ നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോടൊന്നിച്ച് സംസാരിക്കും. അദ്ദേഹത്തിന്റെ അനുഭവം നമ്മൾ മനസ്സിലാക്കുക, അത് കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുക, ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്നായി കൈകോർക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം, അവസാനമായി നമ്മുടെ വാവാ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പാമ്പ് കടി കയറ്റിയതിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം നമ്മുടെ പാമ്പ് കടി ഏക്കോമയുടെ ഉണ്ടായ ഒരു സാഹചര്യം വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനുണ്ടായിരുന്ന ചാക്കിലേക്ക് 3 4 തവണ ആ പാമ്പിനെ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ പാമ്പ് കയറാതിരിക്കുകയും തിരിഞ്ഞു കൊത്തുകയുമാണ് ഉണ്ടായത്. അത്രയ്ക്കും ഭീകരമാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് അത് പൊട്ടാഷിട്ട ഒരു ചാക്കായിരുന്നു എന്നുള്ളതാണ്. ആ പൊട്ടാഷിട്ട ചാക്കിലേക്ക് ഒരു പാമ്പിന് പോലും കയറുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ജീവജാലങ്ങൾക്കൊക്കെ ഹാനികരമാകുന്ന രാസവളത്തിൽ നിന്നും വിമുക്തമായി കൂടുതൽ വിളവ് നേടുവാൻ വേണ്ടി, മണ്ണിന്റെ ഫലഭൂഷ്ടിയെ തിരിച്ചെടുക്കുവാൻ വേണ്ടി, മനുഷ്യനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി, മണ്ണിന്റെ ജീവനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പരിപോഷിപ്പിക്കാം. അതിൽ നെറ്റ്സർഫ് വലിയൊരു സംഭാവന ഓരോ കർഷകർക്കും നൽകുന്നുണ്ട് എന്നതിൽ ഈ ഒരു തർക്കവുമില്ല. നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അതിന്റെ റിസൾട്ട് അനുഭവിക്കൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച എല്ലാവർക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്